ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ സാക്രിഫൈസിങ് റേഷ്യോ, അതുപോലെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഈ കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്വില്ലിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, ഒരു സ്ഥാപനത്തിൻ്റെ, ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാപനത്തിനുള്ള വാല്യൂവിനൊക്കെ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കീർത്തി എന്നൊക്കെ നമുക്ക് അതിനെ മലയാളീകരിച്ച് പറയാൻ പറ്റും. അക്കൗണ്ടിങ് ടേമിൽ ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനം മറ്റുള്ള അതേ സ്ഥലത്തുള്ള അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കപ്പാസിറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ ന്യൂലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിനേക്കാളും എക്സ്ട്രാ പ്രോഫിറ്റ്, ഒരേ മാർക്കറ്റിലൊക്കെ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഗുഡ്വില്ല് എന്ന രീതിയിൽ പറയാൻ പറ്റും. നമുക്കറിയാം ഇത് ഇൻടാഞ്ചിബിൾ അസറ്റാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ പ്ലസ് 1 നമ്മൾ പഠിച്ചതുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗുഡ്വില്ല് എന്ന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് എഴുതാനുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഗുഡ്വില്ല് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിന് ശേഷം മീനിങ് ഓഫ് ഗുഡ്വില്ല് എന്ന് എഴുതുക. മീനിങ് ഓഫ് ഗുഡ്വില്ല് എന്ന് ഹെഡിങ് കൊടുക്കുക. ശേഷം എന്താണ് എഴുതേണ്ടത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് റിഗാർഡഡ് ആസ് ഇൻടാഞ്ചിബിൾ അസറ്റ്, അല്ലെങ്കിൽ എന്നിട്ട് ഇൻ അതർ വേർഡ്സ് ഗുഡ്വിൽ ഈസ് ദ വാല്യൂ ഓഫ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ആൻഡ് എബോവ് നോർമൽ പ്രോഫിറ്റ്. ഈ ഒരു സാധനം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയും ഏരിയ കറക്റ്റ് എഴുതി വെക്കുക. പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എഴുതുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ. ഗുഡ്വില്ല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ എന്താ ഗുഡ്വില്ല് എന്നുള്ളതാണ്. അതിന് കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ ഗുഡ്വില്ലിനെ വാല്യൂ ഒക്കെ ചെയ്യാനുണ്ട് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വില്ല്. ഗുഡ്വില്ലിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് നേച്ചർ ഓഫ് ബിസിനസ്. ഒന്നാമത്തെ കണ്ടന്റ് നേച്ചർ ഓഫ് ബിസിനസ്. രണ്ടാമത്തത് ലൊക്കേഷൻ. മൂന്നാമത്തത് എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. നാലാമത്തത് മാർക്കറ്റ് സിറ്റുവേഷൻ. അഞ്ചാമത്തത് സ്പെഷ്യൽ അഡ്വാൻറ്റേജ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗുഡ്വില്ലിൽ 5 പോയിൻ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. നേച്ചർ ഓഫ് ബിസിനസ്, ലൊക്കേഷൻ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗുഡ്വില്ലിനെ സാരമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ ഗുഡ്വില്ല് കൂടാനും ഗുഡ്വില്ല് കുറയാനൊക്കെ ഉള്ള എലമെൻറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധ്യതകൾ ഏതൊക്കെ രീതിയിലാണ്. ഒന്ന് നേച്ചർ ഓഫ് ബിസിനസ്, അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന സർവീസ് ഉണ്ടാവും. ഈ സർവീസ് എന്ന് പറയുന്നത് നല്ല കസ്റ്റമറിന് നല്ല വാല്യൂ അഡീഷൻ കൊടുക്കുന്നത്, നല്ല സംതൃപ്തി, യൂട്ടിലിറ്റി ഒക്കെ കിട്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അത് ഓട്ടോമാറ്റിക്കലി ഗുഡ്വിൽ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൊക്കേഷനാണ് രണ്ടാമത്തെ ഘടകം. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥാപനം, നിൽക്കുന്ന സ്ഥലം, അത് നല്ല കസ്റ്റമർ ട്രാഫിക്കിലുള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സ്ഥലത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഗുഡ്വില്ല് വർദ്ധിക്കുന്നതാണ്. അതും ഗുഡ്വില്ലിനെ ബാധിക്കുന്ന ഒരു ഘടകമാണത് ലൊക്കേഷൻ. നമ്മുടെ ലൊക്കേഷനും നമുക്ക് ഗുഡ്വില്ല് തരുന്നിടത്ത് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിക്കും വലിയ പ്രാധാന്യമുണ്ട്. ഒരു നല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നോർമലി എന്താണ്?
നല്ല ഹൈ പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്യും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ അതുകൊണ്ട് എന്താണ് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ വിലക്ക് നല്ല വാല്യൂ ആഡഡ് സർവീസുകൾ, വാല്യൂ അഡീഷനോ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും, നല്ല മൂല്യം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അതും നമ്മളെന്താണ് കുറഞ്ഞ വിലക്ക് നമുക്ക് നല്ല സാധനം തരുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കമ്പനിക്ക് ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്, കുറഞ്ഞ ചെലവിൽ നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയുന്നത്. പിന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ, മോണോപ്പൊളി, അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്കണോമിക്സ് ഒക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിൽ മാർക്കറ്റ് കണ്ടീഷനൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. മോണോപ്പൊളി ആയിട്ടുള്ള പിന്നെ കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ ആരും കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, മാർക്കറ്റിൻ്റെ ഷെയർ പിന്നെ എടുക്കാനില്ല, ആ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിനാണ് കാര്യമായിട്ട് ഫുൾ ഷെയറും കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത്തരം മാർക്കറ്റ് സിറ്റുവേഷൻ, അപ്പോൾ അങ്ങനത്തെ മോണോപ്പൊളി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹൈ പ്രോഫിറ്റ് കിട്ടും. നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുക ഉജാലൊക്കെ ഉണ്ട്. ഉജാലക്ക് ബദലായിട്ട് നമുക്ക് വേറൊരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റൂല, കാണിക്കാൻ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെന്ത് ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടുണ്ടാവില്ല. അപ്പം അത്തരം പ്രൊഡക്റ്റുകളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പിന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ കൊണ്ട് അവർ മോണോപ്പൊളി എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഹയർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മറ്റ് കമ്പനിനെ സംബന്ധിച്ച് ഈ ഒരു കമ്പനി പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ല് അളക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. സ്പെഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ലൈസൻസ് കിട്ടുക, അതുപോലെ പിന്നെ ലോ റേറ്റിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സർവീസുകൾ കൊടുക്കാൻ പറ്റുക, മെറ്റീരിയലൊക്കെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ടേമിൽ ലോങ് ടേമിൽ 5-10 കൊല്ലത്തേക്ക് പ്രത്യേക കോൺട്രാക്ട് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനുള്ളത് കിട്ടുക, അതുപോലെ നല്ല നല്ല കമ്പനികളായിട്ട് കൊളാബറേഷൻ വരുത്തുക, പാറ്റന്റ് ട്രേഡ് മാർക്ക് കിട്ടുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഗുഡ്വില്ലിനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു കാര്യം എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഈ ഒരു ഏരിയ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വില്ല് എല്ലാം കൂടെ കറക്റ്റ് എഴുതി വെക്കാം. ഇതിലിപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ എന്താ ചെയ്യുക, നേച്ചർ ഓഫ് ബിസിനസ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, അതുപോലെ എഫിഷ്യൻസി ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് സിറ്റുവേഷൻ ഉണ്ട്, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് കറക്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൽ കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. 4-5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഏരിയയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഏരിയ കറക്റ്റ് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇതിലൊന്നും ഒഴിവാക്കാനില്ല. ഈ ഒരു ഏരിയ ഫുൾ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നീഡ് ഫോർ വാല്യുവേഷൻ. വാല്യുവേഷൻ്റെ നീഡാണ്. എന്തിനാണ് നമ്മൾ ഗുഡ്വില്ല് വാല്യൂ ചെയ്യണം എന്ന് പറയുന്നത്? നമ്മൾ സാധാ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഒക്കെ കേസിൽ ഗുഡ്വില്ല് വാല്യൂ ചെയ്യാറുണ്ടോ? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരാൾ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പം അയാൾക്ക് അസറ്റ് കിട്ടും, അതുപോലെ ബാധ്യതയും കിട്ടും. ഈ അസറ്റിന് ആനുപാതികമായിട്ട് അയാൾ എന്ത് കൊണ്ടുവരണം, ക്യാപിറ്റൽ കൊണ്ടുവരണം. ഇനി അസറ്റിന് പുറമെ ഒരു ബിസിനസ്സിൽ ഒരുപാട് അസറ്റുകൾ ഉണ്ടാവും, അതിന് ആനുപാതികമായിട്ടുള്ള വിലക്ക് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ കൊണ്ടുവരണം. അതേ അസറ്റുകൾ വെച്ചിട്ട് ഈ ഫേം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന് ഒരു കണക്കാക്കിയിട്ട് അതിനെന്ത് ചെയ്യണം, പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ, അതിന് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യണം, ഗുഡ്വില്ലും കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീഡ് ഫോർ ഗുഡ്വില്ല് നമുക്ക് പറയാൻ പറ്റും. പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആകുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് കുറേ കാലത്തേക്ക് വേറൊരാൾക്ക് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി എൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഇനി കാലാകാലത്തേക്കും വേറൊരാൾക്ക് പോവാണ്. അപ്പോൾ ഇതിന് വേണം എന്ത്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗുഡ്വില്ലാണ്, അത് ഒരാൾക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. നമ്മൾ പ്രോഫിറ്റാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഗുഡ്വില്ലും അതുപോലെ ഷെയർ ചെയ്ത് അതിന് ഈക്വൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഗുഡ്വില്ലിൻ്റെ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, തരണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ ചേഞ്ചസ് വരിക. അത് പിന്നെ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണറെ പുതുതായി അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോഫിറ്റ് ഷെയർ ചേഞ്ച് ആവുമല്ലോ. അത് ആ കേസിലും പുതിയ ആൾ വരുമ്പോൾ അയാൾ അസറ്റുകൾ ബിസിനസ്സിൽ അസറ്റിന് ഓണർഷിപ്പ് വരുന്നതിന് അയാൾക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റൽ കൊണ്ടുവരും. പിന്നെ ഫ്യൂച്ചർ പ്രോഫിറ്റ് കിട്ടുന്നതിന് അയാൾ എന്ത് കൊണ്ടുവരണം, ന്യൂ പ്രോഫിറ്റ് കൊണ്ടുവരുന്നതിന് അയാൾ ഗുഡ്വില്ലിൻ്റെ എമൗണ്ടും കൊണ്ടുവരണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഗുഡ്വില്ല് വാല്യൂ ചെയ്യണം. ഗുഡ്വില്ല് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭൂമി കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഗുഡ്വില്ലിന് അങ്ങനെ വാല്യൂ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ഗുഡ്വില്ലിന് വാല്യൂ ചെയ്യാൻ ഒരുപാട് മെത്തേഡ് AS 26 ഒക്കെ വെച്ചിട്ട് ഒരുപാട് മെത്തേഡുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്.
അതുപോലെ റിട്ടയർമെന്റ് ഓഫ് പാർട്ട്ണർ, ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ എന്താണ്, അയാൾ റിട്ടയർ ചെയ്യാണില്ലേ, അപ്പം നിലവിലുള്ള പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാണ്, അയാളുടെ എന്താണ് ഗുഡ്വില്ലിന്റെ വാല്യൂവിനനുസരിച്ച് അയാൾക്ക് നിലവിലുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം, ഒരു എമൗണ്ട് കൊടുക്കണം. ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് പോലെ തന്നെ. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ്, ഫേം ഡിസൊല്യൂഷൻ നടത്തുക അല്ലെങ്കിൽ അമാൽഗമേഷൻ നടത്തുക, അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫേം പിരിച്ചുവിടുക, അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേമും മറ്റൊരു ഫേമും തമ്മിൽ യോജിച്ചിട്ട് ഒറ്റ ഫേമായി മാറുക. ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും ഹീറോ ഹോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത് രണ്ടും കൂടെ ഒന്നാവുന്ന രീതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കമ്പനി ഉണ്ട്, എൻ്റെ ഒരു കമ്പനി ഉണ്ട്, രണ്ടും ഒന്നിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബെനിഫിറ്റ് ഒന്നും, രണ്ടും വെവ്വേറെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സാധാ ഒരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ രണ്ടാൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു സിനർജി ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്നിച്ച് നിൽക്കും. അങ്ങനെയാണ് അമാൽഗമേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ എന്നുള്ളത് നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ കൊടുക്കുക. അതിനുശേഷം ആ 6 പോയിന്റുകൾ എഴുതുക. അപ്പോൾ എന്തൊക്കെ എഴുതണ്ടേ, നീഡ് ഫോർ ഗുഡ്വിൽ വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ എന്ന് എഴുതുക. ഈ 6 പോയിന്റുകൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു കാര്യം കൂടെ, മെത്തേഡ്സ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ വാല്യൂ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്താണ്, ആ ഹെഡിങ് കൊടുക്കുക. എന്താണ് മെത്തേഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്ന് നോക്കാം എന്തൊക്കെയാണ് വാല്യൂ ചെയ്യാനുള്ള മെത്തേഡ്. ഈ 3 മെത്തേഡുകൾ ജസ്റ്റ് ആണ് എഴുതി വെച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ് ഈ ഒരു 3 മെത്തേഡ് പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഇമ്പോർട്ടൻ്റ് മെത്തേഡുകൾ ഏതൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ ആർ ഫോളോസ് എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പം മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് എഴുതി കൊടുക്കുക. ആ ഇതും കൂടെ എഴുതിയിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുക. എത്ര മെത്തേഡ് ഉണ്ട്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, പിന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, പിന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉണ്ട്. ഈ 3 മെത്തേഡ്. ഇതോടുകൂടി തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി പോവാം. എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് നമ്മൾ ഗുഡ്വിൽ എന്താന്ന് പറഞ്ഞു, ഗുഡ്വില്ലിൻ്റെ ഹെഡിങ് കൊടുത്തു. ശേഷം മീനിങ് ഓഫ് ഗുഡ്വില്ലിൽ നമ്മൾ ഇറ്റ് ഇസ് റിഗാർഡഡ് ആസ് ആൻ ഇൻറ്റാജിബിൾ അസറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇൻറ്റാജിബിൾ അസറ്റ് എന്ന് പറയുന്നത് മറ്റു സ്ഥാപനങ്ങൾ പിന്നെ നോർമൽ പ്രോഫിറ്റിനേക്കാളും നമ്മൾ എക്സ്ട്രാ പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റിനെ ഒക്കെ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രോഫിറ്റ് എന്താണ് ഗുഡ്വില്ലിനെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ, ഇത് മുഴുവൻ നമ്മൾ എഴുതിയെടുത്തു. നേച്ചർ ഓഫ് ബിസിനസ്, ലൊക്കേഷൻ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ ഈ 6 എന്തൊക്കെ ചേഞ്ചസ് ഇൻ PSR in among existing partners, admission, retirement, death of a partner, dissolution of a partnership firm, അതുപോലെ amalgamation of partnership. ഇനി മെത്തേഡ്സ് ഓഫ് വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ, വാല്യൂഷൻ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്, അത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഒക്കെ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ്. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.